രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യം ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളോട് യോജിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തെ ജനാധിപത്യ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാടുകളും പ്രവർത്തന രീതികളും മാറ്റം വരുത്തേണ്ടതുണ്ട്. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്തേണ്ടതുണ്ടെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതായത് ഇപ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ആറാം വിരൽ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഇന്നത്തെ തലമുറ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ പുസ്തകം വായിച്ചാൽ എന്താണ് രാഷ്ട്രീയക്കാരനും ഇവിടുത്തെ ബിസിനസ്സുകാരനും തമ്മിലുള്ള ഒരു ഇടപാടെന്നതിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. ആ പുസ്തകത്തിൽ 5 വർഷം ഭരിക്കുന്ന രാഷ്ട്രീയക്കാരൻ അവന് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുന്ന ബിസിനസ്സുകാരന് പിന്നെ സഹായം ചെയ്തു കൊടുക്കുന്ന തിരിച്ചു ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ, ഇവൻ പിന്നെ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുന്ന ബിസിനസ്സുകാരന് അധികാരത്തിൽ കയറിയിരിക്കുന്ന 5 വർഷക്കാലം ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒരു പരസ്പരം ഒരു ധാരണയുടെ മുകളിൽ നടക്കുന്ന ഒരു പരിപാടി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. അപ്പോൾ ഈ ബിസിനസ്സുകാരനെ നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ രാഷ്ട്രീയക്കാരെ വളർത്തിയെടുക്കുന്ന ബിസിനസ്സുകാരും, രാഷ്ട്രീയക്കാർക്ക് നിലനിൽക്കാൻ ആവശ്യമായ രീതിയിൽ ബിസിനസ്സുകാരെ ഉണ്ടാക്കിയെടുക്കുന്ന രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കലാപരിപാടിയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാജ്യത്ത് ഇത് ഇങ്ങനെ നടക്കുമ്പം ഇതിൻ്റെ ഈ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്വത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ നിലനിർത്താൻ ആവശ്യമായ പുത്തൻ തലമുറകളെ സൃഷ്ടിച്ചെടുക്കുന്നത് കലാലയങ്ങളിൽ കൂടിയാണ്. അതിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് തൻ്റേതല്ലാതെ അഭിപ്രായമുള്ള ഒരു രാഷ്ട്രീയക്കാരനെ കൊലപ്പെടുത്താൻ പോലും മടിക്കാത്ത പുത്തൻ രാഷ്ട്രീയ സ്വഭാവമുള്ള കലാലയ രാഷ്ട്രീയം വളർന്നു വരുന്നത്. പിന്നെ ഈ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നതൊക്കെ വെറുതെ തല്ലിക്കൊല്ലുന്നൊന്നുമല്ല, പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഒരാളെ തല്ലാനാണ് എനിക്കൊരാളെ തല്ലിയാൽ മതി. പക്ഷെ അതല്ല, 100 ആൾക്കാരുടെ മുമ്പിൽ അല്ലെങ്കിൽ 10 ആൾക്കാരുടെ മുമ്പിൽ, ഒരു 20 ആൾക്കാരുടെ മുമ്പിൽ ഒരാളെ ഒച്ചത്തിലടിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്കും അത് ഷോക്കാവുന്നുണ്ട്. അത്തരം ഷോക്കുകൾ വരുത്താൻ വേണ്ടിയുള്ള പിന്നെ തന്ത്രങ്ങൾ പയറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഇൻസിഡൻ്റൊക്കെ ഉണ്ടായി പോകുന്നത്. കുറച്ച് ദിവസം കലാലയ രാഷ്ട്രീയം നല്ലതാണ്, നല്ല രീതിയിലാണെങ്കിൽ. നല്ല രീതിയിലുള്ള രാഷ്ട്രീയം ഈ രാജ്യത്തിന് ആവശ്യമാണ്. കാരണം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ ഇത്തരം ഈ കറപ്റ്റഡായിട്ടുള്ള ഈ കൺട്രിയിൽ ഈ പ്രസ്ഥാനങ്ങളെ താങ്ങി നിൽക്കുന്ന കുറേ ആളുകളെ ചുമക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ കുറേ വ്യവസായികളെ ചുമക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടായി വരുന്ന ഇത്തരം വിഴുപ്പ് പിടിച്ച രാഷ്ട്രീയക്കാരെ സൃഷ്ടിച്ചെടുക്കുന്ന ഈ എന്താ പറയുക, കോംപ്ലൻ ബേബികളെ പോലെ ഉണ്ടാക്കിയെടുക്കുന്ന, അടവി വിരിച്ച് പുറത്തിറക്കി വിടുന്ന ഇത്തരം കലാലയ രാഷ്ട്രീയത്തിനോട് ഇന്നത്തെ തലമുറ കൃത്യമായ രീതിയിൽ പ്രതികരിക്കുന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. വരും കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോഴത്തെ തലമുറ കുറച്ചുകൂടിയൊക്കെ ചിന്തിക്കുന്നവരാണ്. കാരണം നമ്മളൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല, എന്താണോ പറയുന്നത് അതാണ് കേൾക്കുക. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ, ആധുനിക സംവിധാനങ്ങളിൽ കൂടി കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ബോംബ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ അതിന് ഉത്തരം കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? ശരി.